ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് മുട്ട വെച്ചുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചപ്പാത്തിക്കും പൂരിക്കും ചോറിൻ്റെ കൂടിയൊക്കെ നല്ലവണ്ണം ചേർന്ന് പോകുന്ന ഒരു റെസിപ്പിയാണ്. എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. 3-4 മുട്ട ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 3 മുട്ടയാണ് ചേർക്കുന്നത്. ഇനി മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ സവാള വേണം ചേർക്കാൻ. ഒരുപാട് ചേർക്കരുത്. ഒരു 1.5 സ്പൂണോളമാണ് ചേർക്കുന്നത്. ഒരേ ഒരു പച്ചമുളക് കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ചൂട് കട്ടിയുള്ള പരന്ന പാത്രത്തിൽ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തേച്ച് വിട്ടിട്ടുണ്ട്. ഇതിൽ മൊത്തം ഒഴിക്കുകയാണ്. ഒറ്റ ബാച്ചായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഇത് കുറച്ച് കട്ടിയായിട്ട് തന്നെ പൊരിച്ചെടുക്കണം. തീരെ കനം കുറച്ച് പൊരിച്ചെടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം വെന്ത് കിട്ടണം. ഉൾഭാഗമൊന്നും കുഴക്കഴാന്നൊന്നും വരരുത്. അതിന് ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കുവാണ് ലോ ഫ്ലെയിമിലിട്ട്. ചെറിയ പരന്ന പാത്രം എടുക്കണേ, കുറച്ച് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടി. ഒരു സൈഡ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മറിച്ചിടുകയാണ്. അതും മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ ബർഫിയുടെയൊക്കെ ഒരളവിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. മുട്ട പൊരിക്കുന്നതിനകത്ത് സവാളയൊക്കെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് സവാളയൊക്കെ ഇങ്ങനെ തെറിച്ച് നിൽക്കും. അതുകൊണ്ട് ചെറുതായിട്ടും വളരെ അളവ് കുറച്ചും സവാള ചേർക്കുക. അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞ് ഇഞ്ചി ചേർക്കുക. ഇഞ്ചിയേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വെളുത്തുള്ളി ചേർക്കുക. ഒരേ ഒരു പച്ചമുളകാണ്, അത് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് ചേർക്കുക. ഇനി ആ ഇഞ്ചി ഒന്ന് മൂത്ത് വരണം. ചെറു തീയിലിട്ട്. ഇഞ്ചി മൂത്തില്ലെങ്കിൽ ആ ഇഞ്ചിയുടെ ഒരു പച്ച ടേസ്റ്റ് ഇങ്ങനെ കടിക്കുമേ. മൂത്തിട്ടുണ്ട്. കൂടെ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് ഈ സമയത്ത്. ഇനി പൊടിയായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ സവാളയാണ്, ഒരു ചെറിയ ഒരെണ്ണമാണ് ചേർത്തിട്ടുള്ളത്. സവാള ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. കുറച്ച് ഉപ്പോടൊന്ന് ചേർക്കുവാണ്, പെട്ടെന്നൊന്ന് വഴന്നു വരാൻ. സവാള ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലൊരു 3/4 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ആ വീഡിയോ റെക്കോർഡായില്ല. ഇത്രയുമാണ് ചേർത്തത്. കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കണം. അതിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. ഇനി ചെറു തീയിലിട്ടുകൊണ്ട് നല്ലവണ്ണം മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ലവണ്ണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഈ പൊടിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടി ഒരല്പം വെള്ളം കൂടി ഒഴിക്കുകയാണ്. തീ ഒന്ന് കുറച്ച് വെച്ചുകൊണ്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിയാനായിട്ട് തുടങ്ങും. ഒന്ന് ഡ്രൈ ആവുകയും ചെയ്യുവേ. നല്ലവണ്ണം ആ പച്ച ടേസ്റ്റ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ 4-5 സ്പൂണ് ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്താലും ചേർക്കാവുന്നതാണ്. അതോടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. വീണ്ടും ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് എണ്ണയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആകാനായിട്ട് വരുവേ. പെട്ടെന്നായി കിട്ടും. ചൂട് കട്ടിയുള്ള പാത്രം ആയത് കാരണം ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇത് നല്ലവണ്ണം വഴന്നിട്ടുണ്ട്. എണ്ണയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഗ്രേവിക്ക് വേണ്ടി ഒരല്പം വെള്ളം ചേർക്കുകയാണ്. ഇത് പെരണ്ടിരിക്കേണ്ട ഗ്രേവിയാണ്. ഒരല്പം ചേർത്താൽ മതി. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോരെങ്കിൽ ഉപ്പ് ഇപ്പം ചേർക്കുക. തീ കുറച്ച് വെക്കണം. പെട്ടെന്ന് വെള്ളം അങ്ങ് വറ്റുവേ. തീ കുറച്ച് വെച്ച് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കുന്നത് മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് മല്ലിയില തീരെ പറ്റില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മാത്രം കറിവേപ്പില ചേർക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മുട്ട ചേർക്കാം. മുട്ട ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കണം. എല്ലാ മുട്ടയിലെ കോട്ടിങ് വരുന്ന രീതിയിൽ ഇളക്കിയെടുക്കണം.
മുട്ട പൊരിക്കുന്ന സമയത്ത് സവാള ഒരുപാട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇളക്കുന്ന സമയത്ത് മുട്ട ഇങ്ങനെ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സവാള കുറച്ച് ചേർക്കണമെന്ന് പറഞ്ഞത്. ഈ ഒരു മസാല അളവ് ഒരു 4 മുട്ട വരെ ചേർക്കാവുന്ന അളവിലാണ്. എനിക്ക് കുറച്ച് തിക്കായിട്ട് ഇതിൻ്റെ ഗ്രേവി വേണമായിരുന്നു, അതുകൊണ്ടാണ് 3 മുട്ട ഞാൻ എടുത്തത്. ഈ സമയത്ത് സ്പ്രിംഗ് ഒനിയൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതോടെ ചേർത്ത് ഇളക്കാവുന്നതാണ്. എല്ലാ മുട്ട പീസയിലും നല്ലൊരു കോട്ടിംഗ് ആയതിനു ശേഷം വേണം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. ഇതുപോലെ കോട്ടിംഗ് ആയിരിക്കണേ. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഗ്രേവിക്ക് വെള്ളം ഒഴിച്ചില്ലേ, ആ സമയത്ത് പൊടിയായിട്ട് അരിഞ്ഞ് ക്യാപ്സിക്കം കൂടി ഒരല്പം ചേർക്കാവുന്നതാണ്. അത് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റിന് ഇച്ചിരി ഒരു വ്യത്യാസം വരുമേ. അതും ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കുക, അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കാനായിട്ട് നോക്കണം. ബ്രെഡിനും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ മാച്ചായിട്ട് പോകുന്ന നല്ലൊരു ഡിഷാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.